മുണ്ടക്കൈ ദുരന്തബാധിതർക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിൽ. കൽപ്പറ്റയിലും മേപ്പാടിക്കടുത്ത നെടുമ്പാലയിലുമാണ് ഭൂമി കണ്ടെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഭൂമി സ്ഥിര പുനരധിവാസത്തിനായി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കും. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരേ മാതൃകയിലുള്ള വീടുകൾ ഉൾപ്പെടുന്ന ടൗൺഷിപ്പ് മാതൃകയിലാണ് പുനരധിവാസം നടപ്പാക്കുക. വിവിധ സ്ഥലങ്ങൾ പരിഗണിച്ചെങ്കിലും അനുയോജ്യവും സുരക്ഷിതത്വവും കൂടുതൽ ഉറപ്പാക്കിയാണ് നിലവിൽ 2 സ്ഥലങ്ങൾ പരിഗണിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസ് റോഡ് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റും മേപ്പാടിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ഹാരിസൺസിന്റെ നെടുമ്പാല എസ്റ്റേറ്റുമാണ് സർക്കാർ ഏറ്റെടുത്തേക്കുക. ഇതിനകം പഠനങ്ങളും വിവിധ സാങ്കേതിക നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്ഥിര പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. 29 ലാൻഡ് പാർസൽസ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചിട്ട് നമ്മൾ പല ആംഗിളിൽ നിന്നും നോക്കിയിട്ട് അവിടെ മേപ്പാടിയിൽ തന്നെ അടുത്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ആൾക്കാരും നമ്മുടെ കൺസൾട്ടേഷൻ മീറ്റിങ്ങിൽ അവർ ആവശ്യപ്പെട്ടത്. അതനുസരിച്ചിട്ട് മേപ്പാടിയിൽ അടുത്തായിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ എക്സ്പെർട്ട് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു 9 ആണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഗവൺമെൻറ്റിലെ ഹൈ ലെവൽ കമ്മിറ്റി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെയെല്ലാം ഡിസ്കസ് ചെയ്തത്. ദുരന്തത്തിൽ 145 വീടുകൾ പൂർണ്ണമായും 170 വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് ഔദ്യോഗിക കണക്ക്. 240 വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും 183 വീടുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. 728 കുടുംബങ്ങളിലെ 2569 ആളുകളെയാണ് താൽക്കാലികമായി പുനരധിവസിപ്പിച്ചത്. കൈരളി ന്യൂസ്, വയനാട്.